മലയോരത്തെ പ്രധാന ടൗണായ പയ്യാവൂരിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഇനിയും യാഥാർത്ഥ്യമായില്ല. 5 വർഷം മുമ്പ് പോലീസ് സ്റ്റേഷൻ കണ്ടകശ്ശേരിയിലേക്ക് മാറിയതോടെ യാതൊരു സുരക്ഷയുമില്ലാത്ത അവസ്ഥയാണ് പയ്യാവൂർ ടൗണിലെ വ്യാപാരികൾക്ക്. എയ്ഡ് പോസ്റ്റ് വേണമെന്ന ആവശ്യം ശക്തമാണ്. 2021 ഫെബ്രുവരിയിലാണ് കണ്ടകശ്ശേരിയിൽ പുതിയ കെട്ടിടത്തിൽ പയ്യാവൂർ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നടത്തിയത്. ബ്ലാത്തൂർ റോഡിൽ കണ്ടകശ്ശേരി പള്ളി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് സ്റ്റേഷനുള്ളത്. ഉദ്ഘാടന വേളയിലാണ് എയ്ഡ് പോസ്റ്റ് എന്ന പ്രഖ്യാപനം നടത്തിയത്. പ്രഖ്യാപനം നടത്തിയിട്ട് വർഷം 5 എയ്ഡ് പോസ്റ്റ് നടപ്പായിട്ടില്ല. വ്യാപാരികൾ കടുത്ത ആശങ്കയിലാണ്. പയ്യാവൂർ ടൗണിന്റെ 2 കിലോമീറ്റർ അപ്പുറത്താണ് പയ്യാവൂർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ പയ്യാവൂർ ടൗണിലാണ് പോലീസ് സ്റ്റേഷനെങ്കിൽ ഇന്ന് പയ്യാവൂർ ടൗണിലേക്ക് പോലീസ് എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അറിഞ്ഞു കേട്ട് വരുമ്പോഴേക്കും ഇവിടെ സംഭവം നടന്നു പോയി കഴിയും. അതുകൊണ്ട് തന്നെ വ്യാപാരികളാകെ അസ്വസ്ഥരാണ്. യാതൊരുവിധ സുരക്ഷിതയും ഈ ടൗണിലില്ല. രാത്രികാല ബീറ്റിംഗ് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ല. ഏതെങ്കിലും സമയത്ത് പല സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒപ്പുവെക്കൽ കേന്ദ്രങ്ങളിൽ ഒപ്പുവെച്ച് പോകുന്നതല്ലാതെ മറ്റൊരു പരിപാടിയും നടക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പയ്യാവൂരിൽ ക്ഷേത്രക്കുളത്തിന് സമീപത്തെ കെട്ടിടത്തിലാണ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. കെട്ടിടം തകരുമെന്ന നില വന്നതോടെ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പഴയ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറിയിരുന്നു. എന്നാൽ സ്ഥലപരിമിതിയെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ കണ്ടകശ്ശേരിയിലേക്ക് മാറിയതോടെ ഇരുട്ടിയാൽ കള്ളന്മാരുടെ വിഹാരകേന്ദ്രമായ പയ്യാവൂർ ടൗണിൽ നാഥനില്ലാത്ത അവസ്ഥയാണിപ്പോൾ. 5 വർഷത്തിനുള്ളിൽ ചെറുതും വലുതുമായ 3 കവർച്ചകൾ നടന്നു. കഴിഞ്ഞ ദിവസം മാവേലി സ്റ്റോറിൽ കവർച്ചാശ്രമവും നടന്നു. പകൽ നേരത്ത് ഹോംഗാർഡ് പോലും പയ്യാവൂരിലില്ല. എയ്ഡ് പോസ്റ്റ് എന്ന ആവശ്യവുമായി ആഭ്യന്തരമന്ത്രിക്കും മറ്റും പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് പയ്യാവൂർ ടൗണിലെ വ്യാപാരി സമൂഹം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.